റയാൻ സാറിനെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സാറിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ്. സാറിന് ഈ സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ വരും. ഓക്കെ. അപ്പോൾ സാർ ഒരു ചോദ്യം, നമ്മൾ ഇപ്പൊ ആരോടെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ടിരുന്നാല് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ വരാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതെന്താ വരാൻ പറ്റാത്തത്? അതാ അത് ചീത്തക്കാര്യം ചെയ്ത ദൈവം വരില്ല, നല്ല കാര്യം ചെയ്ത ദൈവം വരും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കാം. അപ്പൊ എന്ത് പറ്റും? അതാ അപ്പൊ ദൈവം കാര്യങ്ങളൊക്കെ സോൾവ് ആക്കും. എങ്ങനെയാണ് സോൾവ് ആക്കുന്നത്? എങ്ങനെയാണ് സാറേ ഒന്ന് പറഞ്ഞു? അനുഗ്രഹം വെച്ച് സോൾവ് ആക്കും അല്ലേ സാറേ? ഇത് എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ചാലേ, ഇത് കാണുന്ന ഞങ്ങളുടെ പ്രേക്ഷകരുണ്ട്. അപ്പൊ ഈ പ്രേക്ഷകരായ കുട്ടികൾക്ക്, ചില കുട്ടികൾക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പൊ ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാറിനോട് ചോദിക്കുന്നത്. അപ്പോ പാരന്റ്സിനെ ഒബേ ചെയ്യണോ? വേണം. അതെന്താ, എന്തുകൊണ്ടാണ് അറിയാൻ സാർ അത്? ഓക്കെ, ശരി, വെരി ഗുഡ്. പിന്നെ അറിയാൻ സാറിന് എന്തെങ്കിലും ദൈവത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ്? ദൈവം നല്ല കാര്യം ചെയ്തിട്ട് ഫുള്ള് നല്ല കാര്യം ചെയ്ത് മരിക്കണാല് എന്താണ്, മരിക്കുമ്പോ സ്വർഗത്തിൽ നല്ല കാര്യം ചെയ്ത് സ്വർഗത്തിൽ പോകും, മരിക്കുമ്പോ ചിത്ത കാര്യം ചെയ്ത് നരകത്തിൽ പോകും, മരിക്കുമ്പോ രണ്ടും ചെയ്ത് ശുദ്ധീകരണത്തിൽ പോകും. ശുദ്ധീകരണശാല. ഓക്കെ. അപ്പൊ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്താല് എവിടെ? സ്വർഗത്തിൽ പോകും. അപ്പൊ അതാണ് സാറിന് പറയാനുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ റിയാൻ സാറേ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ സാർ പങ്കെടുത്തതിന് വളരെ നന്ദി. ഇന്ന് ഇത് കാണുന്ന കുട്ടികൾക്ക്, ഇത് അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.